ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കാൻ ജാർഖണ്ഡ് മുക്തി മോർച്ച തീരുമാനിച്ചത്. മഹാസഖ്യം MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റാനും ആലോചനയുണ്ട്. നോബൽ ബാരിക്കാരൻ ചേരുന്നുണ്ട്. നോബൽ ബാരിക്കാരൻ, എപ്പോഴേക്കായിരിക്കും സത്യപ്രതിജ്ഞ ഉണ്ടാവുക? കാരണം ഇന്നിപ്പോൾ ഈ ചമ്പൈ സോറന്റെ സത്യപ്രതിജ്ഞ വളരെ പെട്ടെന്ന് തീരുമാനിച്ചതാണെങ്കിലും വൈകാൻ കഴിയില്ല. കാരണം അവിടെ 43 MLA-മാരുടെ പിന്തുണയാണ് ഇപ്പോൾ ഗവർണർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവിടെയും ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും. അരുൺ, ജാർഖണ്ഡിലും പ്രതിസന്ധി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കാൻ JMM തീരുമാനിച്ചെങ്കിൽ പോലും അതിന് സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ സമയം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഇതെന്താണെങ്കിലും സംസ്ഥാനത്ത് ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ രാജിവെച്ച മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ കാവൽ മുഖ്യമന്ത്രിയെ തുടരാനും ഗവർണർ ആവശ്യപ്പെട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും നിലവിൽ ഈ JMM കോൺഗ്രസ് അടങ്ങുന്ന മഹാസഖ്യം വ്യക്തമാക്കുന്നത് അവർക്ക് 47 MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്നാണ്. അതേസമയം 4 പേർ ആശുപത്രിയിലാണ്. 43 MLA-മാരുടെ പിന്തുണ കത്താൻ ഉൾപ്പെടെയാണ് കൈമാറിയിരിക്കുന്നത്. അതായത് അവിടെ ചില പ്രതിസന്ധികൾ ഉണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട്. അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP സംബന്ധിച്ച് അവർക്ക് നിലവിൽ 32 MLA-മാരാണ് ഉള്ളത്. 9 MLA-മാർ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് BJPക്കും ഒപ്പം പ്രതിപക്ഷത്തിനും ആവശ്യമുള്ളത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ JMM-ന് പിളർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ സർക്കാർ രൂപീകരിക്കാൻ BJP കഴിയും എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് MLA-മാരെ ആവശ്യമെങ്കിൽ റിസോർട്ടിലേക്ക് മാറ്റാൻ മഹാസഖ്യം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു റിസോർട്ട് രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി ജാർഖണ്ഡ് സാക്ഷിയാകുമോ എന്നാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. മറുവശത്ത് ഇന്നലെ ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ ED ഒരു ഹർജി ഹൈക്കോടതിയിൽ ഉണ്ട്. അത് ഹൈക്കോടതി ഇന്നിപ്പോൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ പ്രതിസന്ധി ഇല്ല എന്ന് JMM-ഉം ഒപ്പം കോൺഗ്രസും അവകാശവാദം ഉന്നയിക്കുമ്പോഴും MLA-മാരുടെ സാഹചര്യം, പ്രത്യേകിച്ച് MLA-മാർ കൂറുമാറാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് തീർച്ചയായും വെല്ലുവിളിയാകും. പ്രത്യേകിച്ച് ബീഹാർ പോലത്തെ സംസ്ഥാനത്ത് മഹാസഖ്യത്തിന് അധികാരം നഷ്ടപ്പെട്ടു. അതിനു പിന്നാലെ ജാർഖണ്ഡിൽ കൂടി അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയ കേടുപാടുണ്ടാക്കും എന്ന കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് 81 അംഗ മന്ത്രിസഭ MLA-മാരാണുള്ളത്. 81 പേര്. 81-ല് 43 ആണ്. 42 ആശുപത്രിയിലാണ്. അപ്പോൾ 47 പേരൊന്ന് കൂട്ടാം.